ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം, ഇതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് മനുഷ്യജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് വെച്ച്. ഇന്ന് നമ്മൾ പറയുന്നത് നിറങ്ങളെക്കുറിച്ചാണ്, കളേഴ്സിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ മനസ്സും നിറങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച്. അപ്പോൾ ഓരോ രാശ്യാധിപനും അല്ലെങ്കിൽ ഓരോ ലഗ്നത്തിനും ഓരോ ലഗ്നാധിപനും ഒരു നിറം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമസ്തേ രുദ്രധാര. സാധാരണയായിട്ട് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളാണ് നമ്മൾ ധരിക്കുന്നത്. നമ്മുടെ മനസ്സിനിണങ്ങിയ അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ, ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ അണിയുമ്പോൾ നമ്മുടെ വികാര വിചാരങ്ങളെ ഉണർത്തുകയും നമ്മുടെ അന്തർലീനമായിട്ടുള്ള മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അന്തർലീനമായിട്ടുള്ള കഴിവുകളെയൊക്കെ പുറത്തു കൊണ്ടുവരാനും സാധിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതിപ്പോൾ നമ്മൾ കോൺഫിഡൻസ് എന്ന് ഒറ്റ വാക്കി പറയാം, അത് വർദ്ധിക്കുന്നു. പക്ഷെ പലപ്പോഴും ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടേണ്ട ഒരു ഫലം കിട്ടാതെ ഇരിക്കുന്നു. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്, വർണ്ണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട നിറം അദ്ദേഹത്തിന്റെ രാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നാധിപന് പറഞ്ഞിട്ടുള്ള നിറം ആയിരിക്കുകയില്ല, അല്ലെ ലഗ്നത്തിന് പറഞ്ഞിട്ടുള്ള നിറമായിരിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ഫലങ്ങൾക്ക് ലഗ്നം സംഭവിക്കുക. എന്താ സംഭവിക്കുക? അതായത് രാശ്യാധിപന് പറഞ്ഞിരിക്കുന്ന നിറം വേറെ, മറ്റൊരു രാശ്യാധിപന്റെ നിറമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കിട്ടേണ്ട പലതും എന്ത് ചെയ്യും? കിട്ടാതെ ആകും. അപ്പൊ ഇതിനകത്തൊരു വിധി ഉണ്ട്. ഏതൊക്കെ നിറം ഏതൊക്കെ രാശിക്കാർക്ക് ഉപയോഗിക്കാം, കിട്ടേണ്ട ഫലം കുറച്ചുകൂടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ വിജയിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ ചില സെലിബ്രിറ്റീസിനെ എടുത്ത് നോക്കുക, അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കളർ ഉണ്ടാവും. ചിലപ്പോൾ ഡിസൈൻസ് ഒക്കെ മാറും, പക്ഷേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളർ കാണും. ചിലരെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു വിശ്വാസം ഉള്ളവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാത്തിനും അപ്പുറം നമ്മുടെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് കേട്ടോ ഇതൊക്കെ പറയുന്നെങ്കിൽ. ഇപ്പം എൻ്റെ രാശി അനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കളറല്ല എൻ്റെത്, എൻ്റെ രാശ്യാധിപൻ്റെത്. അപ്പോൾ എങ്കിലും ചില വലിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നടക്കണമെന്ന് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ സ്വാഭാവികമായിട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇതെന്നും ഇങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നമ്മൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജീവിതം മുമ്പോട്ടൊന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്താണ് ഈ നിറങ്ങൾ, ഓരോ രാശിക്കും പറഞ്ഞിട്ടുള്ള നിറങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓരോ വ്യക്തിക്കും വിധിച്ചിട്ടുള്ള നിറം ഏതാണ് എന്ന് നോക്കാം. രാശ്യാധിപന്റെ നിറം ആദ്യം തന്നെ നമ്മൾ പറയുന്നത് മേടം രാശിയിൽപ്പെടുന്ന 3 നക്ഷത്രങ്ങൾ. ആ മേടം രാശിയിൽപ്പെടുന്നവർക്ക് പറഞ്ഞിട്ടുള്ള നിറങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. 2 നിറമാണ്, ഒന്ന് മഞ്ഞയും മറ്റൊന്ന് ചുവപ്പും. പൊതുവെ മഞ്ഞ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു നിറമല്ല, പക്ഷെ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞയാണ്. അപ്പോൾ മഞ്ഞയും ചുവപ്പുമാണ് ഇവരുടെ രാശാധിപൻ്റെത്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത നിറങ്ങളെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അത് പച്ച, നീല, കറുപ്പ്. ഈ 3 നിറം എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണ്, പച്ച, നീല, കറുപ്പ്. പക്ഷെ മേടം രാശിയിൽപ്പെടുന്നവർ ഇതങ്ങനെ ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ദോഷം എന്നൊന്നും സംഭവമേ ഇല്ല. ഏത് നിറം ഉപയോഗിക്കാം, പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട ഫലങ്ങൾ ഇച്ചിരി കുറഞ്ഞിരിക്കുമെന്ന് വർണ്ണ സിദ്ധാന്തത്തിൽ പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തതായിട്ട് ഇടവം രാശി. ഇടവം രാശിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നീല, വെള്ള, കറുപ്പ് എന്ന് പറയുന്നത്, നീല, വെള്ള, കറുപ്പ്, ഒന്നുകൂടിയുണ്ട് പച്ച. ഇത്രയും നിറങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം, അനുകൂലമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവര് മഞ്ഞ ഉപയോഗിക്കാൻ പാടുള്ളതല്ല, ഇടവം രാശിയെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ. അതുപോലെ തന്നെ മിഥുനം, മേടം, ഇടവം, അടുത്ത 3ാമത്തത് മിഥുനമാണ്. മിഥുന രാശി എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളയും പച്ചയും വളരെയധികം അനുകൂലമാണ്. വെള്ളയും പച്ചയും, മിഥുനം രാശിയിൽ വെള്ളയും പച്ചയും വളരെയധികം അനുകൂലമാകുമ്പോൾ നീല, ചുവപ്പ്, കറുപ്പ് 3 നിറങ്ങളും ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയപ്പെടുന്നു. അടുത്തത് വരുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിയിലേക്ക് നമ്മൾ വരുമ്പോൾ മഞ്ഞ, വെള്ള, ചുവപ്പ്, ക്രീം കളർ
കുറച്ചുകൂടെ ഒരെണ്ണം കൂടെ അധികം ഉപയോഗിക്കുക അല്ലേ? വെള്ള, മഞ്ഞ, ചുവപ്പ്, ക്രീം കളർ, ഇതെല്ലാം ഈ പറയുന്ന കർക്കിടക രാശിക്ക് യോജിച്ചതാണ്. പക്ഷേ പച്ച, നീല, കറുപ്പ് ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പൊ അടുത്തത് ചിങ്ങരാശി. ചിങ്ങത്തിൽ വരുന്നത് കാവി നിറം നല്ലതാണ് അവർക്ക്, കാവി കളർ. അതുപോലെ ഓറഞ്ച്, ചുവപ്പ് ഇതും അവർക്ക് വളരെയധികം അനുകൂലമായിട്ട് കാണപ്പെടുന്നുണ്ട്. കന്നി രാശിയിൽ പെടുന്നവർക്ക് വെള്ളയും ചുവപ്പും അനുകൂലമാണ്. എന്നാൽ കറുപ്പും നീലയും അവർക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം നീല, കറുപ്പ്, വെള്ള, പച്ച ഇത്രയും അവർക്ക് ഉപയോഗിക്കാമെന്നാണ് തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്നത്. വൃശ്ചികം രാശിയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ, ക്രീം കളർ, ചുവപ്പ് കളർ ഇതവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. എന്നാൽ അവർക്ക് കറുപ്പ് ധരിക്കാൻ പാടില്ല, അത് പറയപ്പെടുന്നുണ്ട് കേട്ടോ. ധനുമാസത്തിൽ ജനിച്ചവർക്ക് ചുവപ്പും മഞ്ഞയും, മകരമാസത്തിൽ ജനിച്ചവർക്ക് നീലയും കറുപ്പും വെള്ളയും, അതുപോലെ തന്നെ കുംഭമാസത്തിൽ ഉള്ള ലഗ്നത്തിലുള്ളവർക്ക് വെള്ളയും നീലയും കറുപ്പും. ഇനി മീനമാസത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും മഞ്ഞ, ചുവപ്പ്, ക്രീം കളർ ഇത്രയുമാണ് ഓരോ ലഗ്നത്തിൻ്റെയും നിറങ്ങൾ എന്ന് പറയുന്നത്. ഈ നിറങ്ങൾ അനുസരിച്ചുള്ളതാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ധരിക്കാതിരുന്ന ദോഷമൊന്നുമില്ല. പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ട വിജയങ്ങൾ കുറച്ചുകൂടെ ഒരു വർണ്ണാഭമായിട്ട് മാറും. അതാണ് ഈ വർണ്ണ സിദ്ധാന്തം പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലഗ്നം ഏതാണ്, ലഗ്നാധിപൻ ആരാണ്, അല്ലെങ്കിൽ രാശിയാധിപൻ ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷമാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ രത്നങ്ങൾ ധരിക്കില്ലേ, അതും ഈ രാശിയാധിപനെ നോക്കിയിട്ടാണ് രത്നങ്ങൾ ധരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ നിറങ്ങളും. അപ്പോൾ നിങ്ങളുടെ നാള് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നാളെ എന്താണ് എന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്കത് നോക്കിയിട്ട് ഏതാണ് ലഗ്നാധിപൻ ആരാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ചിട്ട് പിന്നെ അല്ലാതെ ജനന സമയവും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ലഗ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വർണ്ണം ഏതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.